അപ്പൊ അതിൽ നിന്ന് തന്നെ ഇവര് ക്യുപ്പി ക്യുപ്പി എന്ന് പറയുമ്പോ സ്റ്റൈലായിട്ട് ക്യുപ്പേ എന്നിങ്ങനെ പറയായിരുന്നു. വേറെ ഒന്നും ചെയ്യാനില്ല, എന്നാ പിന്നെ കല്യാണം കഴിപ്പിച്ചേക്കാം. അങ്ങനൊക്കെ കാണുമ്പോഴത്തേക്ക് ഡ്രീം മലയാളത്തിന്റെ 10ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി അടിപൊളിയാണ്. ക്യുപ്പി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ അപർണയെ അറിയാം, ഇല്ലെങ്കിൽ അപർണയെ അറിയണം. കാരണം നിശ്ചയദാർഢ്യത്തിന്റെയും പോസിറ്റീവ് തോട്ട്സിന്റെയും ഉത്തമ ഉദാഹരണമാണ് അപർണ. നിങ്ങളൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നയാളാണ്, എന്നാൽ ഈ പോഡ്കാസ്റ്റ് എന്തായാലും കേൾക്കണം. അപർണയുടെ സംഭാഷണത്തിൽ ജീവിത വിജയത്തിന് ആവശ്യമുള്ള മുത്തുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അധികം താമസിപ്പിക്കുന്നില്ല, ഓവർ ടു അപർണ അഥവാ ക്യുപ്പി. അപർണയുടെ നാട് എവിടെയാണ്? കൊല്ലം. കൊല്ലം, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. കൊല്ലത്ത് എവിടെയാണ്? കൊല്ലത്ത് പ്രോപ്പർ ആയിട്ട് പറയാം ശിങ്കാരപ്പള്ളി എന്നാണ് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പേര്. മൺട്രോത്തുരുത്തിനോട് ചേർന്ന ഒരു സ്ഥലമാണ്. അപ്പം മൊത്തത്തിൽ മൺട്രോത്തുരുത്ത് എന്നങ്ങ് പറയും. ഞാൻ പണ്ട് ഒരു പ്രാവശ്യം ആ ഏരിയയിൽ വന്നിട്ടുണ്ട്. വളരെ ഉഗ്രൻ കായലിന്റെ പ്രകൃതി ഭംഗിയുടെ അടിപൊളി ഏരിയ ആണ്. യെസ്. അപ്പൊ ഒരു കൊറിയൻ സിനിമ കണ്ടതിൽ നിന്നാണ് എന്താണ് ഈ ക്യുപ്പി എന്നുള്ള സംഭവത്തിലേക്ക് നീങ്ങിയതെന്ന് ഞാൻ പലയിടത്തും കേട്ടു. അത് കൊറിയൻ സിനിമ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഇച്ചിരി സിനിമയൊക്കെ ഇങ്ങനെ കണ്ട് TTC DED പഠിക്കുന്ന സമയത്ത്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ലൈക്ക് വലുതായിട്ടൊന്നും അതിനകത്ത് പഠിക്കാനില്ല, എന്നാലും കുറെ വർക്കുണ്ട്. അപ്പൊ സിനിമ ഒക്കെ കാണുന്ന സമയത്ത് അപ്പൊ ആ കാസ്റ്റവേ ഫ്രം ദ മൂൺ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതുപോലെ ഒരാൾക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നത് ഒരു വൈൻ ബോട്ടിലാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പൊ ആ സാധനം ഞാൻ ഇവിടെ കണ്ടിട്ടുമില്ല. അത് പിറ്റേ ദിവസം റോഡിൽ കിടക്കുന്ന കണ്ടു. അപ്പൊ അങ്ങനെ ഒരു പച്ചക്കുപ്പിയായിരുന്നു, ഒരു രസം തോന്നി എടുത്തതാ. പിന്നെ അടുത്ത ദിവസം ഇങ്ങനെ അതിന്റെ വലിയൊരു ഷേപ്പ് ബോട്ടിൽ റോഡിൽ കിടക്കുന്ന കണ്ടു. പിന്നെ ബോട്ടിൽ കാണുമ്പോ എല്ലാം അങ്ങ് എടുക്കും. അങ്ങനെയാണ് തുടങ്ങുന്നത് ശരിക്കും. അല്ലാതെ ആ സിനിമയ്ക്കകത്ത് ബോട്ടിൽ ആർട്ട് ചെയ്യുന്ന അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ചുമ്മാ സിനിമയിൽ ഒരു ബോട്ടിൽ കണ്ടു, അത് പിറ്റേന്ന് റോഡിൽ കൊണ്ടുവരുന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു, കൊണ്ടുവന്നു. അപ്പൊ ഇതിന് മുമ്പ് അപ്പൊ നമ്മൾ വിചാരിക്കും ആ ബോട്ടിൽ ആർട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നതാണെന്ന്. ഒറ്റ ദിവസം കൊണ്ട് ഒന്നും വരില്ല അല്ലെ? അപ്പൊ ഇതിനു മുമ്പ് എന്ന് തൊട്ടാണ് കലയോടുള്ള ഈ സ്നേഹം തുടങ്ങിയത്? കലയോടുള്ള സ്നേഹം ഞാൻ കലയല്ല, ശരിക്കും ക്രാഫ്റ്റിംഗ് ആണ്. ഇങ്ങനെ പൊടുപ്പും തൊങ്ങലും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു പരിപാടി. അപ്പം എന്റെ ഓരോ ഓർമ്മേനാണെങ്കിൽ കുഞ്ഞിലെ എനിക്ക് മറ്റേ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ മറ്റേ വാട്ടർ കളർ സാധനം വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി അത് മേടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ ഇവിടെ ചപ്പാത്തി മാവ് ഉണ്ടാക്കുമല്ലോ. അപ്പൊ നമുക്ക് അന്ന് ക്ലേ, നമ്മള് ഗ്രാമപ്രദേശത്താണ്, അപ്പൊ ഇവിടുത്തെ കൊച്ചു മാർക്കറ്റിൽ നിന്നൊക്കെ സാധനം മേടിക്കുള്ളൂ. അപ്പൊ ക്ലേ ഒന്നും അല്ലെങ്കിൽ അന്നേ ഇല്ല, മാർക്കറ്റിലൊന്നും ക്ലേ ഇല്ല. അപ്പൊ ഞാൻ ചപ്പാത്തി മാവ് വെച്ചിട്ട് പൂവൊക്കെ ഉണ്ടാക്കുന്ന എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. പൂവൊക്കെ ഉണ്ടാക്കി അമ്മ പെയിന്റ് ചെയ്യായിരുന്നു, സാരി പെയിന്റ് ചെയ്യായിരുന്നു. അപ്പൊ ആ ഫാബ്രിക് പെയിന്റ് ഈ ചപ്പാത്തി മാവ് വെച്ചുണ്ടാക്കിയ പൂവിനകത്തൊക്കെ പെയിന്റ് അടിച്ച് വെക്കും. ഒരാഴ്ച കഴിയുമ്പോൾ അത് പൂത്തുപോകും. ഒരാഴ്ച പോലും ഇല്ല, ഒരു 2-3 ദിവസം കഴിയുമ്പോൾ പൂത്തുപോകും, ഇല്ലെങ്കിൽ ഉറുമ്പരിക്കും. അപ്പൊ അതെനിക്ക് ഓർമ്മയുണ്ട് ചെറുതായിട്ട്. പിന്നെ അത് കഴിഞ്ഞൊരു 4th സ്റ്റാൻഡേർഡ് ഒക്കെ തൊട്ടിട്ട് മറ്റേ ഫാബ്രിക് പെയിന്റിങ് കോമ്പറ്റീഷൻ ഒക്കെ സ്കൂളിൽ നിന്ന് പോവും. പ്രൈസ് ഒന്നും കിട്ടത്തില്ല, തിരിച്ചു വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ എന്തേലും ഒക്കെ ഇങ്ങനെ പൊടുക്കുന്നൊക്കെ അമ്മ നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്യുമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ നല്ലൊരു ക്രാഫ്റ്റ് കാര്യമായിരുന്നു. പിന്നെ 10th ഒക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റി. ഗ്ലാസ് പെയിന്റിങ്, അങ്ങനത്തെ പെയിന്റിങ്സ് ഒക്കെ എക്സ്പെരിമെന്റ് ഒരു 10th ഒക്കെ ആയപ്പം, കാരണം നമ്മൾ തന്നെ കടയിലൊക്കെ പോകാൻ തുടങ്ങി 10ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക്. അപ്പൊ അങ്ങനെ സ്കൂളിൽ ആവശ്യത്തിനും ഈ കയ്യെഴുത്ത് മാസികയ്ക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പെയിന്റ് ഒക്കെ മേടിച്ച് കിട്ടി. +1 +2 ആയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ട് കുറച്ചുകൂടി നല്ല കടകളിലൊക്കെ പോയപ്പോഴത്തേക്ക് ക്ലേ ഒക്കെ കിട്ടി. അപ്പൊ അങ്ങനെ ഡിഗ്രി ആയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ഒരു ഓൺ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് രുദ്ര എന്ന് പറഞ്ഞിട്ട് ടെറാക്കോട്ട ജ്വല്ലറി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ കുപ്പിയിലോട്ട് വരുന്നത്. അപ്പം ചെറുതിലെ തൊട്ട് ഇങ്ങനെ ഓരോ കൂടുതൽ സമയം ഞാൻ സ്റ്റക്കായി നിന്നത് കുപ്പിയിലായിരുന്നു. അതിന് മുമ്പ് വേറെ എല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നും, കുറച്ചാള് ട്രൈ ചെയ്യും, സക്സസ് ആയി കഴിഞ്ഞാൽ അത് വിടും, പിന്നെ അടുത്തത്. അത് അതായത് കൂടുതൽ കാലം സ്റ്റക്കായി നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാലം ഇതിന്റെ അകത്ത് ഇപ്പോഴും നിന്നോണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അതായത് അത് തന്നെയാണ് ഒരു മനുഷ്യന് ഒരു ജീവിതമുള്ളൂ. അപ്പൊ പല ആഗ്രഹങ്ങളുണ്ടാവും അല്ലെ? അപ്പൊ ഏതിലാണ് നിക്കുക എന്നുള്ളത്, ചില കാര്യങ്ങളിൽ നമ്മൾ ഫുൾ ഫോക്കസ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ അതിൽ അടിപൊളിയാവും. അപ്പൊ ഇപ്പോഴത്തെ ഇതിൽ അനുസരിച്ച് കുപ്പിയാണ് ഇപ്പോഴത്തെ ജീവിതം. കുപ്പിയാണ് എന്ന് വെച്ചാൽ ബോട്ടിൽ മാത്രമല്ല, ഞാൻ എന്റെ കൂടെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കേട്ട് ഞാൻ നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആ കൊറിയൻ സിനിമ കണ്ടെന്ന് പറഞ്ഞു, ഈ കൊറിയൻ സിനിമയൊക്കെ കാണാനുള്ള പ്രചോദനം എവിടെ നിന്ന് വന്നു? അങ്ങനെ ചോദിച്ചാ
നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നവരല്ലേ. അപ്പൊ ചുമ്മാ എങ്ങനെയോ കണ്ടു, ഇഷ്ടപ്പെട്ടു, റിവ്യൂ വായിച്ചപ്പോ ഒന്ന് കാണണമെന്ന് തോന്നി. അതിനകത്തുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്തോ കിട്ടിയത്. ഞാൻ ഫിലിം ഫെസ്റ്റിനൊക്കെ ഇങ്ങനെ, ഞാൻ അത്ര സിനിമാ പ്രേമി അങ്ങനെയൊന്നും അല്ല. എനിക്കിങ്ങനെ കണ്ണിന് നല്ലതായിട്ടുള്ള എല്ലാം കാണാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഫിലിം ഫെസ്റ്റിനൊക്കെ ആ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പൊ അവിടെയും പോയിരുന്നിട്ട് റിവ്യൂ വായിച്ചു നോക്കും, അതിന്റെ 2 ഇങ്ങനെ ഇമേജസ് ഒക്കെ എടുത്തു നോക്കും. അപ്പം ഫ്രെയിം ഒക്കെ നല്ലതാണെങ്കിൽ ഞാൻ പോയിരുന്നതാണ്. എനിക്കൊന്നും മനസ്സിലാവത്തില്ല, ഡയറക്ടറിനെ അറിയത്തില്ല, ആക്ടറിനെ അറിയത്തില്ല. കണ്ണിന് നല്ലതാണ്. അവരുടെ ഉടുപ്പ് നോക്കും, ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ സാധനം വെച്ചിട്ട് നോക്കും, കളർ നോക്കും. ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ ഇനി പോരും. ഏത് തരം സിനിമ ആണ് കൂടുതൽ ഇഷ്ടം? അതായത് കണ്ണിന് കാണുന്ന ഏത് നല്ലതായിട്ട് തോന്നുന്ന എന്തും ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നാൽ ഏതെങ്കിലും സ്പെസിഫിക് ടൈപ്പ് ഓഫ് സിനിമകൾ കൂടുതൽ ഇഷ്ടമാണോ? സിനിമ അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, കണ്ടന്റോ ഡയറക്ടറോ ആളുകളോ അതൊന്നും അല്ല കാണാൻ. ഇപ്പൊ എനിക്ക് ചാർലി ഭയങ്കര ഇഷ്ടമാണ്. ചാർലി നല്ല രസമാണ്. പിന്നെ 24 നോർത്ത് കാന്തം എന്ന് പറയുന്ന ഒരു ഫിലിം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വീടൊക്കെ കാണിക്കുന്ന അതിന്റെ ഫ്രെയിംസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ലൈക്ക് പിന്നെ എന്തോ ഒരു സർക്കസ് എന്ന് പറഞ്ഞിട്ട്, എന്തോ ഒരു സർക്കസ്, അതിന്റെ ഫ്രണ്ട് പേര് ഞാൻ മറന്നു. ഒരു തമിഴ് സിനിമയുണ്ട്, എന്തോ ഒരു സർക്കസ്. അപ്പം അതിന്റെ എന്താ ഡ്രസ്സും ഓർണമെന്റ്സും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ അതിന്റെ ആർട്ട് ഡയറക്ടറിനെ തപ്പിപ്പിടിച്ച്, കോസ്റ്റ്യൂം ഡിസൈനറെ തപ്പിപ്പിടിച്ച് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ കാണാൻ പറ്റുന്ന സാധനങ്ങളെയാണ് എനിക്കിഷ്ടം. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് തോന്നി ഇപ്പൊ മനസ്സിൽ വരുന്നത് എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇതുവരെ? ചാർലി തന്നെയാണ്. ഓക്കെ, കൂൾ. അപ്പൊ ലൈക്ക് ഞാൻ കണ്ടില്ല, ഞാൻ എന്റെ പാട്ടൊക്കെ കണ്ടു. ഞാനിങ്ങനെ എനിക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തിരക്കിലിട്ട് കാണില്ല. ഞാൻ വളരെ കാമായിട്ട് എല്ലാം ഒതുക്കിയിട്ട് ഭയങ്കര സമാധാനമായിട്ട് അപ്പൊ മാര ഇങ്ങനെ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഏതാണ് ഏറ്റവും ഫേവറേറ്റ് ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ്? എല്ലാരും ഇഷ്ടം. എല്ലാരും ഇഷ്ടമാണ്. ഓക്കെ. ക്യുപ്പി എന്നുള്ള പേര് വന്ന് നമ്മുടെ കേരളത്തിൽ കുപ്പി എന്നാണ് പറയുന്നത്. അപ്പൊ ക്യുപ്പി, ക്യൂ വെച്ചിട്ടുള്ള ആ പേര് എങ്ങനെ കണ്ടുപിടിച്ചു? അത് പറഞ്ഞാ ഞാനിങ്ങനെ കുപ്പി പറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മള് പറക്കൊണ്ട് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. വേണ്ട കുപ്പി ഒന്ന് എന്ന് പറയും. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇവര് ക്യുപ്പി എന്ന് പറയുമ്പോ സ്റ്റൈലായിട്ട് ക്യുപ്പേ എന്നിങ്ങനെ പറയായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു സൗണ്ട് നമുക്കിടെ ഉണ്ട്. അപ്പൊ കെ ഇടാന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു സാധാരണ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് കുപ്പികളാണ്, അപ്പൊ അതിനൊന്ന് സ്റ്റൈലാക്കാൻ ക്യുപ്പിയാക്കി. സോ അതാണല്ലോ നമ്മളും ചെയ്യുന്നത്, കുപ്പീനെ സ്റ്റൈലാക്കുന്നു, ക്യുപ്പിയാക്കി. അങ്ങനെ ചുമ്മാ കേക്ക് വരാൻ ക്യൂ ഇട്ടങ്ങ് റീപ്ലേസ് ചെയ്തേ ഉള്ളൂ. കൊള്ളാം. ആ ക്യുപ്പിയുടെ ക്യൂയുടെ അകത്തുള്ള ഒരു കുപ്പി വരുന്ന ആ ലോഗോ അത് ആരാണ് ഡിസൈൻ ചെയ്തത്? സ്വന്തം ഐഡിയ? അല്ല, ഞാനല്ല. അത് ഈ പറയണ പോലെ എന്റെ ഈ ഒരു ഇത്രയും നാളത്തിൽ വെച്ചിട്ട് ഞാനൊന്നും അങ്ങോട്ട് ആരെടുത്തും ചോദിച്ചിട്ടില്ല. ലൈക്ക് ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങോട്ട് ഇങ്ങനെ തരുന്നതാണ്. ഇപ്പം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഈ പറയുന്ന ഫിലിം ഫെസ്റ്റിന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് പോയപ്പോ അവിടെ വെച്ച് കിട്ടിയ ഒരു ഫ്രണ്ടാണ്. എന്നെക്കാട്ടി ഇളയതാണ് അവന്. അപ്പം അവനാണെങ്കിൽ ഒരു ദിവസം അവനറിയാം ഈ കുപ്പിയും കാര്യങ്ങളൊക്കെ അറിയാം, ഈ പേര്. ഒരു ദിവസം രാത്രി ചുമ്മാ എടി എന്നാ ഈ ലോഗോ. ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടും ഇല്ല. ഓക്കെ ഫൈൻ, സെറ്റ്. അതിലൊന്നും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവൻ ചെയ്തു തന്നു, അതെടുത്തു, അത്രേ ഉള്ളൂ. അത് സൂപ്പർ ആയിട്ടുണ്ട് ആ ലോഗോ. അതായത് അതിന്റെ അകത്ത് ഉള്ളില് ആ ക്യൂയുടെ അകത്തൊരു കുപ്പി, അത് ഞാൻ ഉഗ്രനായിട്ട് തോന്നി. വേറൊരു സംഭവം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ എത്രയാണ്, ഞാൻ എക്സാക്ട് നമ്പർ 75,000-ലധികം സബ്സ്ക്രൈബേഴ്സ്. FBയിൽ 1,00,000 ഏകദേശം 1,00,000 ഫോളോവേഴ്സ്. ഇൻസ്റ്റയിൽ 39,000 ഫോളോവേഴ്സ്. അപ്പൊ ഇത്രയും അപർണയുടെ അഭിപ്രായത്തിൽ എല്ലാരും അപർണയെ അല്ലെങ്കിൽ കുപ്പിയെ സ്നേഹിക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? അപർണയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്, കുപ്പിയാണോ സ്നേഹിക്കുന്നത്? ഉറപ്പായിട്ടും ക്യുപ്പീനെയാണ് സ്നേഹിക്കുന്നത്. അപർണ എന്ന് പറയുന്നത് എന്നെ നേരിട്ട് എന്റെ ഫ്രണ്ട്സ്, എന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് ഭയങ്കര ചൊറിയായിട്ടുള്ള ഭയങ്കര അലമ്പാണ്. പക്ഷെ ക്യുപ്പി എന്ന് പറയുമ്പോൾ അത് എന്റെയും കൂടി റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നമ്മളും കുറച്ചൊക്കെ ഇങ്ങനെ ലൈക്ക് ക്യുപ്പീനെയാണ് എല്ലാവർക്കും ഇഷ്ടം, അല്ലാതെ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ക്യുപ്പിയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം? അത് ആൾക്കാരോട് ചോദിക്കണ്ട, എന്നോട് ചോദിച്ചിട്ട് എങ്ങനെയാ? നമ്മള് വിലയിരുത്തുന്നത് അനുസരിച്ച് എന്തുകൊണ്ടായിരിക്കും
അതായത് പല പല ആൾക്കാരും ഇങ്ങനെ ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എവിടെയാണ് അപർണ അല്ലെങ്കിൽ ക്യുപ്പി മാറി നിൽക്കുന്നത്? ഓക്കെ, ഈ ബോട്ടിലാട്ട് നമ്മുടെ ഒരു അങ്ങനത്തെ ഒരു പ്രോഡക്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ നിലവിൽ ആ ഒരു സമയത്ത് നമ്മളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന 2-3 ഒരു മാസ്റ്റർ പീസ് മാതിരിത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കലണ്ടർ നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് എനിക്ക് ഡാം ഷുവർ ആണ് 2018 ഡിസംബർ 26 മുന്നേ ഗൂഗിളിൽ പോലും എവിടെ നോക്കിയാലും ഈ കലണ്ടർ ഓൺ ബോട്ടിൽസ് എന്ന് പറയുന്ന ഐഡിയ കാണാൻ പറ്റില്ല. ബിക്കോസ് നമ്മളാണ് അത് ചെയ്തത് ഫസ്റ്റ് ടൈം. അപ്പൊ അത് നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഫോട്ടോസ് നേരത്തെ ഉണ്ടായിരുന്നു, എന്നാലും ഈ ഒരു ലെവലിൽ നമ്മൾ കൊണ്ടുവന്നു. സോ പ്രൊഫഷണലി നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഇത് നമുക്കുണ്ട്. പിന്നെ ഇപ്പം അറ്റ് പ്രസന്റ് ഇതിനെക്കാട്ടിയും നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ എല്ലാം കാണുന്നുണ്ട്, അവർക്കൊക്കെ നന്നായിട്ട് എന്തും പറയുന്നുണ്ട്. അപ്പം ശരിക്കും ഞാനിങ്ങനെ എനിക്കറിയുന്ന തക്കട പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ഈ ഒരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമായിട്ട് എനിക്ക് തോന്നിയത്, അതായത് ഒരു പുതിയ സാധനം നമ്മള് ഒരു പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരുവാണെങ്കിൽ അതിനുള്ള വാല്യൂ ഭയങ്കര കൂടുതലാണ് എന്നുള്ളതാണ് തോന്നുന്നത്. അതായത് ഇപ്പൊ ഇതിന്റെ അകത്ത് എല്ലാരും ബോട്ടിൽ ആർട്ട് അല്ലെങ്കിൽ ബോട്ടിൽ ആർട്സ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഈ കലണ്ടർ എന്നുള്ള സംഭവം അതൊരു ഇന്നോവേഷൻ, ഏത് ഏരിയയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരാം. അപ്പൊ എങ്ങനെയാണ് ഡിസംബർ 26 ആയതുകൊണ്ടാണോ കലണ്ടറിനെ പറ്റി ചിന്തിച്ച്? എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു കഥ? അതിന്റെ പിന്നെ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചുമ്മാ പടമൊക്കെ വെച്ച് ഫോട്ടോസ് ഒക്കെ വെച്ച് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഡിസംബർ നമ്മള് ന്യൂ ഇയർ ആണ്, അപ്പൊ ന്യൂ ഇയർ സ്പെഷ്യൽ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ന്യൂ ഇയറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോ ഓഫ് കോഴ്സ് നമ്മളിപ്പോ ന്യൂ ഇയറിന് ചെയ്യുന്ന ഒരു കാര്യം കലണ്ടർ മേടിക്കുക എന്നുള്ളത്. അപ്പൊ ഈ കലണ്ടർ എന്തുകൊണ്ട്, അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ ഒരു പുതിയൊരു ഐഡിയ ആണ്, ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു. അപ്പൊ ഇതെങ്ങും കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് എക്സ്പെരിമെന്റ് നമ്മൾ ആദ്യം നോക്കുമല്ലോ, ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ, മോഡൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അപ്പൊ നോക്കി കണ്ടില്ല. പിന്നെ എനിക്കൊരു എക്സൈറ്റ്മെന്റ് ആയി, ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക, അതിന് വേണ്ട പെൻസ് കളക്ട് ചെയ്യുക, അതിന് വേണ്ട ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക. അപ്പം അന്ന് ഞാൻ ഉപയോഗിച്ച മെത്തേഡൊന്നും അല്ല ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ തന്നെ ഇങ്ങനെ ഓരോരോ ഇയർ കഴിയുമ്പോഴത്തേക്കും അതിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ കുറച്ച് സ്പീഡായിട്ട് കാര്യങ്ങൾ, അപ്പൊ അതിന്റെ കുറെ ട്രേഡ് സീക്രട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഗ്രേറ്റ്. കാലണ്ടർ ആണ് ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം, ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്. അപർണയുടെ ഏറ്റവും ഫേവറേറ്റ് പ്രോഡക്റ്റ് ഏതാണ്? സ്വന്തം എന്നാലും സ്വന്തം കലാസൃഷ്ടിയിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവുമല്ലോ. പ്രൗഡായിട്ടുള്ള ഒരു സാധനമാണ് കാലണ്ടർ എന്ന് പറയുന്നത്. പിന്നെ എനിക്കിങ്ങനെ പുതിയ പടമൊക്കെ വരയ്ക്കത്തില്ലേ, അതൊക്കെ എനിക്ക് അങ്ങനെ എന്റെ ഇൻട്രസ്റ്റ് അല്ല എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ അങ്ങനെ ഒന്നിലും സ്റ്റക്ക് ആകാറ്. എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ബോട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര കുഞ്ഞൊരു ബോട്ടിലുണ്ട്, അതിനകത്ത് ഒറ്റ കളറേ ഉള്ളൂ, ഒരൊറ്റ കളർ, ഒരു പെയിൽ ഗ്രീൻ കളർ മാത്രമേ ഉള്ളൂ. അതിന്റെ അറ്റത്ത് ഇട്ടിച്ചിട്ട് ചരട് വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് ആ കളർ എന്തോ ആ ചെറിയൊരു സാധനം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും പറഞ്ഞാൽ അത് ഫേവറേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇൻട്രസ്റ്റ് ഇങ്ങനെ സിംപ്ലിസിറ്റി ഇൻ ദ ഡിസൈൻ, സിംപ്ലിസിറ്റി ഇൻ ദ കളേഴ്സ്, ഡിസൈൻ പോലും ഇല്ല അതിനകത്ത്. കളേഴ്സ്. അന്ന് ഞാൻ വേറൊരു, എനിക്ക് മാതൃഭൂമിയാണോ ഏതാണോ ഒരു ചാനലിന്റെ ഇത് കണ്ടപ്പോഴേക്കും അതിന്റെ അകത്ത് ആ ഒരു കുപ്പി എടുത്തിട്ട് അതിനെ പെയിന്റ് അടിച്ച്, വെള്ള പെയിന്റ് ഒക്കെ അടിച്ച് അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പൊ ഒരു എന്താ പറയാ, വെറും ഒരു സാധാരണ ആൾക്കാർ തള്ളിക്കളയുന്ന കുപ്പിയെ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഉള്ള അതിന്റെ പുറകിൽ എന്തെങ്കിലും മനസ്സിന് എങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ട്രാൻസ്ഫോം എങ്ങനെ ആ അവസാനം എത്തും എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട്, അതിനുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ കസ്റ്റമേഴ്സ് ഒക്കെ ഫോട്ടോസ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് വിചാരിക്കും ഓക്കെ ഫൈനലി ഇങ്ങനെ ആയിരിക്കും എന്നുള്ള. അല്ലാതെ ഞാൻ എന്റെ ഇൻട്രസ്റ്റിന് ചെയ്യുന്നതാണെങ്കിൽ നമുക്കൊരു ഐഡിയയും കാണത്തില്ല. ചെയ്ത് വരുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ തോന്നുന്നത്. അതങ്ങ് പോവും. അല്ലാതെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഞാൻ അങ്ങനെ വാല്യൂ ചെയ്യുന്നില്ല. എനിക്ക് ആ മെത്തേഡ്, ആ ഒരു ഇപ്പം എന്റെ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ആ ഒരു മെത്തേഡ് ചെയ്യുന്നല്ലാണ്. എനിക്ക് കുപ്പി വരയ്ക്കുന്നതിനെക്കാട്ടി ഇഷ്ടം കൂടുതൽ പോയി ഇങ്ങനെ ചുമ്മാ തെക്ക് വടക്ക് നടന്ന് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോ ആ ഒരു പ്രോസസ്സാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത്. ഈ 2019 ഒക്ടോബറിലെ കണക്കനുസരിച്ച് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ അതിനു മുമ്പുള്ള 3.5 വർഷത്തിനുള്ളിൽ 45,000 crores രൂപയുടെ മദ്യമാണ് മലയാളികൾ അകത്താക്കിയത്. പിന്നെ ഓണത്തിന് മാത്രം ഏകദേശം 500 കോടി രൂപയുടെ മദ്യമാണ് നമ്മൾ അടിക്കുന്നത്.
ഏത് ബ്രാൻഡ് കുപ്പിയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാ അതൊരു വല്ലാത്ത ചോദ്യമായിപ്പോയി. ഒരു ഓൾഡ് മോങ്ക് കാണാറുണ്ട്. അത് നമ്മുടെ റം, മറ്റേ കുറച്ച് നല്ല ഒരു റമ്മാണ്. പിന്നെ സ്മിർനോഫ് കാണാറുണ്ട്. റോഡിൽ കൂടുതലായിട്ട് ഈ സാധനങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ ആന്റിക്വിറ്റി കാണാറുണ്ട്. പിന്നെ ഇച്ചിരി റയർ ആയിട്ട് ജാക്ക് ഡാനിയൽസ്, വാറ്റ് 69, സീസർ ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഈ കുപ്പി മോർഫസ് ചറപ്പറ, മോർഫസിന്റെ ഒരു ഐകിരികളിയാണ് ഇവിടെ. അപ്പൊ മോർഫസ് ആണ് മലയാളികളുടെ പ്രിയപ്പെട്ട. അങ്ങനെ പറയാൻ പറ്റില്ല. മോർഫസ് ഉണ്ട്, ഓൾഡ് മോങ്ക് ഉണ്ട്. ഓ പിന്നെ അയ്യോ ഞാൻ മറന്നുപോയി, ബെക്കാഡിയുടെ പലവിധ ഫ്ലേവറുകൾ ഇവിടെ ഇങ്ങനെ. ബെക്കാഡി കുറെ ഉണ്ട് കേട്ടോ. ബെക്കാഡി നമ്മൾ ഏറ്റവും വിട്ടുപോയ ഒരു സാധനമാണ് മാജിക് മൊമെന്റ്സും ബെക്കാഡിയാന്ന് തോന്നുന്നു കൂടുതൽ റോഡിലുള്ളത്. മാജിക് മൊമെന്റ്സ് പിന്നെ പറയണ്ട, പറ. അതായത് അപ്പൊ ഈ കുടിയന്മാർ പൊതുവെ പുറത്ത് പ്രകൃതി ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണോ? എന്താണ് അഭിപ്രായം? ഞാൻ ഇതിന് ഓക്കെ, കുഴപ്പമില്ല. അതായത് ഇതൊരു എന്താ പറയാ, ഒരു സമയത്ത് കൂടി ഇപ്പൊ ആദ്യമൊക്കെ ഞാൻ ആദ്യത്തെ ഇതില് ന്യൂസ് വായിച്ചത് തന്നെ ക്ലീനിങ് അപ്പ് ദ എൻവയറമെന്റ് എന്ന് പറഞ്ഞ ഒരു ഭാഗമായിട്ട് ആ കായലിന്റെ അരികത്ത് പോയ ഒരു ഗ്രൂപ്പ് നിങ്ങളെല്ലാരും കൂടെ കൂടി അങ്ങനെ ചെയ്ത് അങ്ങനെ മൂവ്മെന്റ് ഉണ്ടാക്കുന്നതൊക്കെ അങ്ങനത്തെ ആ കൂട്ടർ ഇപ്പോഴും തുടരുന്നുണ്ടോ? അതിൽ എന്തെങ്കിലും ഇതൊരു ഗ്രൂപ്പ്, അന്ന് ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്നൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നും ഇല്ല. ലൈക്ക് നമ്മുടെ ഫോളോവേഴ്സ് എല്ലാം ഇപ്പം എന്നെ എന്നല്ല, നമ്മുടെ പേജ് ഈ പറയണ പോലെ കുപ്പിയുടെ ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുന്ന എല്ലാവരും, കുപ്പി ഉണ്ടാക്കുന്നവരെല്ലാം അതില് സ്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്നവരാണെന്നാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ആ ഒരു ഗ്രൂപ്പ് അങ്ങനെയില്ല. അത് റാൻഡം ആയിട്ട് ആൾക്കാർ വന്നു, അതിന് ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അതിൽ ഞാനും ഒരു മെമ്പർ ആയിന്നേ ഉള്ളൂ ആ ഒരു മൂവ്മെന്റില്. അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ എല്ലാവരും ഉണ്ട്. ചേട്ടനും ഉണ്ട്, അപ്പുറത്തിരിക്കുന്ന ആളും ഉണ്ട്, അമ്മയുണ്ട്, എന്റെ കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ അത് അന്ന് ചെയ്ത എന്താന്ന് വെച്ചാൽ ഇത് തന്നെയായിരുന്നു എന്റെ ഉദ്ദേശവും. ഞാനൊരു സ്ഥലത്ത് നിന്ന് ഒരു കുപ്പി ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഈ നഗർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഏരിയാസ് കാണുമല്ലോ, ഇന്ന നഗർ ഇന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സ്ഥലം കാണും കുപ്പികളൊക്കെ കൊണ്ടിടുന്നത്, അല്ലെ വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്നത്. അപ്പൊ ഒരു ദിവസം അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഐഡിയ വരുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട്, ശ്രീരാജൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, അപ്പൊ പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ കുപ്പി പറക്കാനായിട്ട് ആദ്യം തൊട്ടേ ഹെൽപ്പ് ചെയ്യായിരുന്നു. ഒന്നും അല്ലാത്ത സമയത്ത്, നമ്മൾ ഈ ഫസ്റ്റ് കുപ്പി പറക്കുന്ന സമയത്തൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ വന്നിട്ട് പറയും, എന്റെ കോളേജ് സീനിയർ ആയിരുന്നു, പറയുമായിരുന്നു, അപ്പു എന്നാ വിളിക്കണേ, അപ്പൊ നീ ഇപ്പൊ ചെയ്യുന്ന ഭയങ്കര ഒരു നല്ല കാര്യമാണ്, കുറെ നാൾ കഴിയുമ്പോ ഇത് കുറെ ആൾക്കാരൊക്കെ ചെയ്യും, ഒരു മോഡലാവും. അപ്പൊ ഞാൻ പറയും, നിങ്ങൾ കൂടുതൽ തള്ളിയൊന്നും വേണ്ട, ആവശ്യത്തിന് മതി എന്ന് പറയും, മാറ്റി നിർത്താൻ. അപ്പൊ പിന്നെ ഇയാളാണ് ഇങ്ങനെ പറയുന്നത്, അപ്പൊ നീ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ലൈക്ക് പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു ആളുകള് ഇൻഫ്ലുവൻസ്ഡ് ആകും എന്നിങ്ങനെ ഒരു ഇത് ഇയാളിങ്ങനെ ഇട്ട് തന്നു. ആ ഒരു ഐഡിയ എന്നാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു 5-6 കുപ്പി എടുത്ത് മാറ്റിയപ്പോഴത്തേക്ക് അവിടെ കുറച്ച് വേസ്റ്റ്, അതായത് വേസ്റ്റ് എന്നല്ല, അവിടെ കിടക്കുന്ന ഒരു വൃത്തികെട്ട സാധനം ഞാൻ എടുത്ത് മാറ്റി വേറൊരു ഇതാക്കി. അപ്പൊ എനിക്ക് ബോട്ടിലിൽ ചെയ്യാൻ പറ്റും. അവിടെ വേറെ സാധനങ്ങളുണ്ട്, അവിടെ പ്ലാസ്റ്റിക് ഉണ്ട്, ബൾബ് ഉണ്ട്, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ വേറെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അതിനെ എടുത്തോണ്ട് പോകാൻ പറ്റും, അല്ലെ അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ അത്രേ ഉള്ളൂ ഞാൻ ആ ക്യാമ്പയിനിൽ നിന്ന്, ഞാൻ എനിക്ക് ചെയ്യുന്ന ക്യാമ്പയിനിൽ അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളോ നഷ്ടമോ ഒന്നും ഇല്ല. ആകെ ഉള്ള ഒരു പ്രശ്നം, വെയിലുകൊണ്ട് ഇച്ചിരി കറുക്കും, കയ്യിൽ ഇച്ചിരി ചെളിയാവും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല, നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആവുകയും ചെയ്യും. അപ്പൊ ഇത് ബാക്കിയുള്ളവരോട് ചെയ്താൽ വേറെ കുറച്ച് കാര്യങ്ങളും ഒക്കെ നടക്കും, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ എല്ലാ ക്യാമ്പയിൻസ്. അതാണ് കുപ്പിയുടെ ഒരു, ഞാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചെയ്യാച്ച നല്ലതായിരിക്കും, അത്ര. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സംഭവം. അതായത് ഒരു സ്ഥലത്ത് അവിടെയുള്ള ചപ്പുചാറുകൾ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ, രണ്ടാമത്തെ സമയത്ത് ആ വെറുതെ തള്ളിക്കളഞ്ഞ ആ സാധനത്തിനെ എന്താ പറയാ, പെട്ടെന്ന് ഒരു ബ്യൂട്ടിഫുൾ, സൂപ്പർ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം ആക്കുന്നു. അപ്പൊ രണ്ട് ഡബിൾ. അതും ഈ പുള്ളിക്കാരനാണ് പറഞ്ഞത് കേട്ടോ, അത് ഞാൻ ഓർക്കുന്നു. കാരണം പുള്ളി പറഞ്ഞാണ്, ഒരു സാധനം യൂസ്ഫുൾ ആവുന്നതിന് പോലെ തന്നെ ഈക്വൽ ആണ്
ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നതും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ റാൻഡം ആയിട്ട് എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ, ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ലോഗോ ഉണ്ടാക്കി തന്നത് ചുമ്മാ ഒരു ദിവസം അവനാണ്. അപ്പൊ ഇങ്ങനെ പറയുന്ന നമ്മുടെ ചുറ്റുമുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ അത് നമ്മളങ്ങ് ഇൻസ്പയർ ആകും. അപ്പൊ അതിന് കൂടെ അങ്ങനെ ചുറ്റും ഒരു നല്ല ഒരു ഫ്രണ്ട് സർക്കിൾ ഉള്ളത് വളരെ ആവശ്യമാണെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ യു ആർ ദ ആവറേജ് ഓഫ് എന്താ യുവർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ 5 people that you spend most time with എന്ന് പറയുന്ന പോലെ. അപ്പൊ അവിടെ നിന്നുള്ള ഐഡിയാസ് വരുന്നത് അത് ഭയങ്കര ഡീപ് തോട്ട് ആണല്ലോ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്. അതെ അതെ. ഇത് അയാൾ പറയുമ്പോ ഇത്രയൊന്നും ആലോചിക്കത്തില്ല. നമ്മൾ തമ്മിൽ വർഷത്തിൽ ചിലപ്പോ ഒരു തവണയൊക്കെ ആയിരിക്കും കാണുമ്പോ എന്തെങ്കിലും കാര്യമൊക്കെ ഇട്ട് തന്നിട്ട് പോകും. നമ്മളത് ശരിയാകുള്ളൂ, ബൾബ് കത്തപ്പോ പെട്ടെന്ന്. അപ്പൊ ഇനിയുള്ള ഒരു ചോദ്യം, എന്താ ഈ അടുത്ത് നടത്തിയ ഒരു വിവാഹ പരസ്യമില്ലേ, പലരും കരുതിയത് എന്താണ് ഒരു വിവാഹ പരസ്യമായിട്ടാണ് തോന്നിയത്. എന്നാലും കേരളത്തിലെ ശരാശരി പെൺകുട്ടിയുടെ സ്വപ്നം കുറിച്ചു വെച്ച ഒരു FB പോസ്റ്റ്, ആ പോസ്റ്റിലെ ഏത് ഭാഗമാണ് കൂടുതൽ മലയാളികൾക്ക് മനസ്സിലായത്? അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഏത് ഭാഗം എന്ന് വെച്ചാ അതൊരു സോഷ്യൽ മീഡിയയിൽ സ്വന്തം ഇത് പോസ്റ്റ് അഭിപ്രായം പറഞ്ഞതല്ലേ, പക്ഷെ ഏത് മലയാളികൾ കൂടുതലും മനസ്സിലാക്കിയോ അതോ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടോ അതിൽ വെച്ച്? അതില് വെച്ചിട്ട് കൺഫ്യൂഷൻസ് ഉണ്ട്, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അതിനുശേഷം കുറെ ആൾക്കാർക്ക് അത് മനസ്സിലായി. നമ്മളെ കുറച്ച് ഓപ്പൺ ആയിട്ട് ചിന്തിക്കുന്ന കുറെ ആൾക്കാർക്ക് അത് മനസ്സിലായി. പക്ഷെ കുറച്ച് ആൾക്കാര് ലൈക്ക് ഡയറക്റ്റ് വായിച്ചപ്പോഴത്തേക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മള് ക്രിറ്റിസിസം ഒക്കെ പഠിക്കുമ്പോ തന്നെ നമ്മൾ പറയുന്നതാണ്, എഴുതി കഴിഞ്ഞ ഓതറിന്റെ അത് അവിടെ കഴിഞ്ഞു, ബാക്കിയെല്ലാം റീഡറിന്റെ ഒരു കയ്യിലാണ്, അവരുടെ ഒരു ഇന്റർപ്രിട്ടേഷൻസ് ആണ് അതിട്ടെല്ലാം. അപ്പൊ കുറച്ച് ആളുകൾ അതിനെ വായിച്ചെടുത്തത് നമുക്കൊരു കല്യാണം കഴിക്കാൻ നമ്മൾ മെന്റലി ഓക്കെയാണ്, സോ ആളെ കിട്ടുന്നില്ല എന്നുള്ള തരത്തിൽ കുറച്ച് ആൾക്കാർ വായിച്ചിട്ടുണ്ട്. എന്നാ ഇതൊരു സർക്കാസ്റ്റിക് ആണ്, നമ്മുടെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്, ഒരുപാട് ഇത് ശരിക്കും പേഴ്സണൽ ആയിട്ട് അതിനകത്ത് ലൈക്ക് ഞാൻ ഈ ഒരു മാറ്റർ പറയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എനിക്ക് ഇതാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒരു ലഘുലേഖ ഉണ്ടാക്കി എഴുതാം. പക്ഷെ ഞാൻ എഴുതിയത് എന്റെ ഒരു പെർസ്പെക്റ്റീവിലാണ്. അതിനകത്ത് ക്യാരക്ടർ, ഒരു കഥ പോലെ ഒരു ക്യാരക്ടർ ഞാൻ തന്നെ ആക്കി എന്നുള്ളൊരു ഫസ്റ്റ് പേഴ്സൺ നറേഷനിൽ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ അതിൽ പറയുന്ന അത് ഞാൻ എഴുതാനുള്ള കാരണം തന്നെ അതിനകത്ത് കുറച്ച് എന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറച്ച് എന്റെ എന്റെ പ്രായത്തിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനറൽ ആയിട്ട് ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് കൊറോണ സമയം ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഈ ഒരു കല്യാണം എന്ന് പറയുന്ന ഒരു നെസസറി ആണ്, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, എന്നാ പിന്നെ കല്യാണം കഴിപ്പിച്ചേക്കാം. പഠിക്കാൻ പോകാനില്ല, ജോലി പോയി, ഉള്ള ജോലി അങ്ങ് പോയി, അപ്പൊ പിന്നെ വേറെ ഒന്നും ഇല്ല, വീട്ടുകാർക്കൊന്നും ചെയ്യാനില്ല, വീട്ടുകാർക്കും ഒരു എന്റർടൈൻമെന്റ്, മക്കളെ കെട്ടിച്ചേരാ, പെൺമക്കളാണ് പിന്നെ പറയണ്ട. കല്യാണ ചെലവ് കുറവായിരിക്കും, കാരണം 20 പേരെ വിളിച്ചാൽ പോരെ. അതെ 20 പേര് 50 പേര്, അപ്പം ഉള്ള ഒരു 20 പേരൊക്കെ ആയിട്ട് വലിയ ഹൈ ക്ലാസ് ഹോട്ടലിൽ വെച്ച് തന്നെ അടിപൊളി കല്യാണം, ഭയങ്കര എന്താ ആഡംബര കല്യാണം. അമേരിക്കയിലുള്ള സ്റ്റൈൽ, അതെ. അപ്പൊ ആ ഒരു രീതിയിൽ നടത്താന്നൊക്കെ വിചാരിച്ച് കുറെ ആൾക്കാരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അത് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല, പല വീടുകളിലും അത് നടക്കുന്നുണ്ട്. നമ്മള് ഈ ഒരു പ്രായത്തിലുള്ളവരാണ് എന്റെ വിക്ടിംസ് എന്ന് മാത്രം. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാൻ വളരെ ജനറൽ ആയിട്ട് പറയാണ്. പിന്നുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കല്യാണം വരുമ്പോഴത്തേക്ക് ഞാൻ അത് എന്റെ ഒരു പേഴ്സണൽ വ്യൂ പോയിന്റ് പറയുകയാണെങ്കിൽ, നമ്മൾ കല്യാണം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് എത്തിയപ്പം എന്നാലും നമ്മളെ കല്യാണം വരുമ്പോ മാത്രം, അല്ലാതെ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയക്കാനോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാനോ, നമ്മളെ കാണുമ്പോ ഹായ് എന്ന് പറയുമ്പോഴോ ഒന്നുമല്ല. കല്യാണം വരുമ്പോ മാത്രം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മുടെ വീട്, നമ്മുടെ ഏർണിങ്സ് എത്ര, നമ്മുടെ ജോലി, അതൊക്കെ നോക്കാം, ഓക്കെ ഫൈൻ. പക്ഷെ ബാക്കിയുള്ള ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ച കുറെ കാര്യങ്ങൾ, നമ്മൾ ജനിക്കുമ്പോ നമ്മുടെ കൂടെ ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച് കൂടെ വരുന്നത്, നമ്മുടെ കാസ്റ്റ്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെയാണ് ഒരു ഫ്യൂച്ചറിൽ ആളുകൾ നോക്കുന്നത്. അപ്പൊ ഇതിനെ ജഡ്ജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുപ്പി എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഭയങ്കരമായിട്ടാണ്. കാരണം ഞാൻ എന്നെ കാണുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കുപ്പിയാണ്, എനിക്ക് അങ്ങനെ കാണാനാണ്. നമ്മളായിട്ട് ഉണ്ടാക്കി എടുത്ത ഒരു സാധനമാണ് ഈ കുപ്പി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ ആളുകൾ കാണുന്നത് അപർണ ആസ് എ പെൺകുട്ടി എന്നല്ല, അങ്ങനെ അധികം ഭയങ്കര അഹങ്കാരത്തോടെ ഒന്നുമല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്നത് എന്തുവാ, ചുമ്മാ ഒരു പണി ഇല്ലാത്തതുകൊണ്ട് കുപ്പി ഇറക്കാൻ നടക്കുന്നു, വീട്ടിൽ വേറെ ഒരു പണി ഇല്ലാത്തതുകൊണ്ട്, വീട്ടിൽ കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കുപ്പി ഇറക്കാൻ നടക്കുന്നു, അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നിയോണ്ടാണ് ഞാൻ ആ പോസ്റ്റ് എഴുതി ഇട്ടത്.
അത് ശരിക്കും ഞാൻ അത് ഇട്ടപ്പം ഞാൻ അതിന്റെ മുകളിൽ വെണ്ടയ്ക്ക് അയച്ചെടുത്ത് പ്ലീസ് ഡോണ്ട് ലൈക്ക് ഷെയർ കമന്റ് എന്ന് എഴുതിയിട്ടിട്ടുണ്ട്. ആക്ച്വലി ഞാനത് ഉള്ളിത്തട്ടിയാണ് എഴുതിയിട്ടത്. കാരണം ഒരു ലൈക്ക് പോലും കിട്ടരുത്. കാരണം അത്രയ്ക്ക് ഇഷ്ടക്കേടായിട്ടാണ് ഞാൻ എഴുതിയത്. നിങ്ങൾ വായിക്ക്, ഇതാണ് അവസ്ഥ, നിങ്ങൾ കാണുന്നതല്ല അവസ്ഥ. നമ്മൾ കല്യാണം വരുമ്പോഴത്തേക്ക് എല്ലാരും ഇങ്ങനെയാണ് കാണുന്നത്, അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല നമുക്ക് എന്ന് പറയുന്ന വളരെ എന്നെ തന്നെ പുച്ഛിച്ച് സർക്കാസ്റ്റിക് ആയിട്ട് എഴുതിയിട്ട ഒരു സാധനമാണ് അത്. അത് പക്ഷേ ഞാൻ പറയട്ടെ, വായിച്ചെടുക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ട്രൂത്ത് ഈസ് ബിറ്റർ. പലർക്കും എന്താണ് വായിലോട് ഇട്ട് കഴിയുമ്പോഴേക്ക് കയ്പ് കാരണം അകത്തോട്ട് മെഴുകാൻ പറ്റാറില്ല. അങ്ങനെ ഒരു സംഭവമായിട്ട് തോന്നി. സോ യാ, നല്ല പെർഫെക്റ്റ് ഓൺ പോയിന്റ് പോസ്റ്റ് ആയിരുന്നു അത്. ഇപ്പോഴും അതെ, എന്നാണ് നമ്മുടെ ഈ സമൂഹത്തിന്റെ ഈ രീതി മാറാൻ പോകുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് സ്ത്രീക്ക് സ്വന്തമായിട്ടുള്ള ഒരു രീതിയിൽ എന്താ പറയാ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നതും അങ്ങനെയുള്ള എപ്പോഴാണ് തോന്നുന്നത്? എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അല്ല സിമ്പിളായിട്ട് എന്തെങ്കിലും മനസ്സിലെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ശാക്തീകരണം, ഫെമിനിസം, സമൂഹം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതിലേക്കൊന്നും സത്യമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല. നമ്മളിങ്ങനെ തട്ടിയും മുട്ടിയും നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക. എല്ലാരും ഇതുപോലൊക്കെ തന്നെ ചെയ്യുവാണെങ്കിൽ, വേറെ ആരുടെയും കാര്യത്തിലൊന്നും ചൊറിയാനും മാന്താനും ചെല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഈസിയാണ്. ലൈഫ് ഈസ് മോർ ഈസി. അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയത്തില്ല. നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഒന്ന് ശരിയും തെറ്റും ഒക്കെ ആയിട്ട് പോകും. അത്രേ ഉള്ളൂ. അത് എല്ലാവരും ചെയ്താൽ നല്ലതായിരിക്കും. സിമ്പിൾ സാധനങ്ങളാണ് എപ്പോഴും വലിയ വ്യത്യാസങ്ങൾ വരുന്നത്. ഓരോരുത്തരും ഇതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതായത് ആണും പെണ്ണും ചിന്തിക്കണം. ആണും പെണ്ണും മാത്രമല്ല, എല്ലാരും ചിന്തിച്ചു കഴിയുമ്പോഴേക്കും എല്ലാരും ചിന്തിച്ചു കഴിയുമ്പോഴേക്കും അക്സെപ്റ്റ് ചെയ്യുക, ശരിക്കും റെസ്പെക്ട് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്ത കുറച്ച് മൂല്യങ്ങൾ നമ്മൾ മനുഷ്യന്മാരായിരിക്കുമ്പോൾ കുറച്ച് ധാർമ്മിക മൂല്യങ്ങൾ നമ്മളിങ്ങനെ ആർജിച്ചെടുക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് എല്ലാവരുടെയും കാര്യത്തിലുണ്ട്. എല്ലാവർക്കും വാല്യൂസ് ഉണ്ട്, നമുക്കും വാല്യൂസ് ഉണ്ട്. റെസ്പെക്ട് ആൻഡ് ലവ്, അത്രയും മതി. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒരു ഡബിൾ എഡ്ജ് സോഡായിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതായത് രണ്ട് സൈഡിലും മൂർച്ചയാണ്. ഒരു സൈഡിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതേ സമയത്ത് ഈ ചില കമന്റ്സും ഇതൊക്കെ ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് ചിലപ്പം എന്താണ് മനസ്സിൽ സങ്കടം തോന്നാറും ഉണ്ട്. അപ്പോ അപർണയുടെ അഭിപ്രായത്തിൽ എന്താണ് സോഷ്യൽ മീഡിയയെ പറ്റി എന്താണ് അഭിപ്രായം? മനസ്സ് തുറക്കാൻ പറ്റാറുണ്ടോ? ഞാനിപ്പോ പറഞ്ഞ പോലെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. മനുഷ്യന്മാരായാലും സോഷ്യൽ മീഡിയ ആയാലും ഒരു സൊസൈറ്റീനെ ആയാലും അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് കൂടുന്നത് പോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. അത് നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. ഇവരില് ചിലര് നല്ലതായിരിക്കും, ചിലര് ഇപ്പൊ നമ്മളെ തെറ്റായ രീതിയിൽ നമ്മളെ വ്യാഖ്യാനിക്കാം, നമ്മൾ മനസ്സിലാക്കുക, വ്യാഖ്യാനിക്കാം. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്കത് ശരിയല്ലാന്ന് തോന്നിയാൽ നമുക്ക് പറയാം. എന്തായാലും നമുക്ക് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്. അഥവാ ഇത് നമ്മുടെ തലയിൽ കയറിയിരുന്ന് മുടി വെട്ടണ പരിപാടിയാണെങ്കിൽ അതിനുള്ള നടപടികളുണ്ട്. അപ്പം കാര്യങ്ങൾ കാര്യഗൗരവത്തോടെ യുക്തിപരമായിട്ട് വെക്കുക. അല്ലാതെ നമുക്കൊരു ജനറലൈസ് ചെയ്യാനായിട്ട്, കാരണം പെർസ്പെക്റ്റീവ്സ് ആണ്, ഇൻഡിവിജ്വൽസ് ആണ്, വ്യക്തി വ്യത്യാസങ്ങളുള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് ഹാംഫുൾ ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് പ്രതികരിക്കുക. നമ്മളെ ഹാംഫുൾ ആവാത്ത എന്തിനോടും നമ്മൾ കൂടുതൽ അങ്ങോട്ട്, ഞാൻ അങ്ങനെയാണ്. ഇപ്പം എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ മതി വിടും. എന്നെ ചൊറിയാൻ നമ്മൾ മാക്സിമം ഇങ്ങനെ ഓക്കെ അറിയാ, വേണ്ട, മിണ്ടണ്ട, നിങ്ങൾ നോക്കണ്ട, വേണ്ട, അങ്ങനെ വേണ്ടത്തേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ബ്ലോക്ക് ഓപ്ഷൻ ഉണ്ട്, റിമൂവ് ഓപ്ഷൻ ഉണ്ട്, കേസ് കൊടുക്കാം. അതൊക്കെ ഹയർ ലെവലാണ്. എനിക്കങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങനെ ഒരു ഞാൻ ഇഗ്നോറൻസ് അല്ല, ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടും കുറെയൊക്കെ. മെസ്സേജ് നമുക്ക് ഇഷ്ടമല്ലാത്ത മെസ്സേജ് വന്ന ഓപ്ഷൻ ആദ്യം അങ്ങ് ബ്ലോക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. കാരണം അതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ കിടന്ന് അതിലും വലിയ ആൾക്കാര് കുറെ ആൾക്കാര് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പം ഇതൊന്നും കുഞ്ഞു കുഞ്ഞു കേസുകളാണ് എനിക്ക് വന്നിട്ടുള്ള അതും വലിയ കാര്യമില്ല. അമേരിക്കയിലെ ക്യാപിറ്റലിൽ തന്നെ അവര് എല്ലാരും കൂടെ കൂടി അറ്റാക്ക് ചെയ്തതിന്റെ ഇതിൽ തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ അവർ ഗ്രൂപ്പ് മീൻസ് ഒരു ക്ലോസ്ഡ് ഗ്രൂപ്പും അതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇതിന്റെ ബാഡ് സൈഡും ഉണ്ട്, പക്ഷെ ഗുഡ് സൈഡാണ് കൂടുതലും. എനിവേ
സോ ഇതുവരെയുള്ള കാലക്രമേണ അപർണയുടെ കുപ്പി കലാസൃഷ്ടി എങ്ങനെയെങ്കിലും മാറിയിട്ടുണ്ടോ? തുടങ്ങിയ സമയം തൊട്ട് ഇപ്പമായിട്ട് വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ചേഞ്ച്? മാറിയിട്ടുണ്ട്. ശരിക്കും വലിയൊരു മാറ്റമില്ല. കാരണം ഞാൻ പഠിക്കുമായിരുന്നു ഇത്രയും നാളും. ഞാൻ കുപ്പി തുടങ്ങുന്ന സമയത്ത് TTC അല്ലെങ്കിൽ DED എന്ന് പറയും, ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ, LP UP സ്കൂൾ ടീച്ചർ, അത് പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ BED ജോയിൻ ചെയ്തു. അപ്പൊ ഈ രണ്ട് വെച്ചിട്ട് തലവേദന പിടിച്ച കോഴ്സാണ്. കുറെ പഠിക്കാൻ അധികം ഇല്ല, പക്ഷെ എഴുതാനും വായിക്കാനും കുറെ ഉണ്ട്. കുറെ ഹോംവർക്കും കാര്യങ്ങളും പ്രാക്ടിക്കലും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മള് ഇങ്ങനെ താഴെ വീണ് പൊട്ടാതെയാണ് ഈ കുപ്പീനെ ഇത്ര നാൾ കൊണ്ടുപോയത്. അപ്പൊ അതിന്റെ ഒരു ഗ്രോത്തും അതിന്റെ കാര്യങ്ങളൊക്കെ ഇച്ചിരി സ്ലോ ആണെങ്കിലും ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിലായാലും കൊണ്ടുവരുന്ന ഡിസൈൻസിലായാലും അതിന്റെ ക്വാളിറ്റിയിലായാലും ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത്രയും നാൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ വെച്ചിട്ടാണ് സെയിൽ നടത്തിയെങ്കിൽ ഇപ്പൊ എനിക്കൊരു ബ്രാൻഡിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ എനിക്ക് അപർണ എന്ന് പറയുന്ന ഒരു പേരിനെക്കാട്ടി കുപ്പി എന്ന് പറയുന്ന നമ്മുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര കൊതിയാണ്, ഭയങ്കര ഒരു ത്വരയാണ് ഇതിനെ നന്നായിട്ട് എടുക്കാൻ വേണ്ടി. അപ്പം ഇനി നമ്മളൊരു വെബ്സൈറ്റിലൂടെ ആക്കും. എത്ര നാള് ഉണ്ടായിരിക്കും എന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഉള്ളിടത്തോളം കാലം ഇതുമായിട്ട് കുറച്ച് ഞാൻ ഇതുവരെ ജെനുവിനായിട്ട് നിന്നിട്ടില്ല. കാരണം എക്സാം വരുമ്പോഴത്തേക്ക് ഞാൻ കുപ്പിയും കളഞ്ഞിട്ട് എക്സാമിന് പോകും. കാരണം നമുക്ക് വേണമല്ലോ, ഒരു എക്സിസ്റ്റൻസ് ആവശ്യമാണല്ലോ. കുപ്പി എന്നൊക്കെ പറയുന്നത് എപ്പം വേണമെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഒരു നെഗറ്റീവ് സൈഡാണ്. എപ്പം വേണമെങ്കിലും പൊക്കിക്കൊണ്ടുപോകുന്നവരെ താഴ്ത്തിയിടാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ വേണം, ജോലി വേണം. പരീക്ഷയ്ക്ക് പൊട്ടിയ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, കുപ്പിക്കായിട്ട് പൊക്കോളാൻ പറയാം. അതുകൊണ്ട് അതിനായിരുന്നു ഇത്രയും നാൾ ഇമ്പോർട്ടൻസ്. ഒരു എന്താ പറയണ്ടേ, ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വേണം ഇതുമായിട്ടൊന്ന് നിൽക്കാൻ, മൊത്തം ഒന്ന് ഫുൾ ടൈം കുപ്പിയെ വളർത്തിയെടുക്കുക. അപ്പൊ ചിലരെന്നെ കളിയാക്കും, എന്റെ ആദ്യത്തെ കുട്ടിയാണ് കുപ്പി എന്ന് പറയട്ടെ. ഇനി വേണം എന്റെ കൊച്ചിനെ ഒന്ന് വളർത്തിയെടുക്കാൻ. ഈ അടുത്തൊരു സിനിമ ഉണ്ടായിരുന്നു, അത് കണ്ടോ അറിയില്ല, നമ്മുടെ ആരായിരുന്നു അതിന്റെ അകത്ത്, മണിയറയിലെ അശോകൻ കണ്ടാണോ? ഇല്ല അല്ലെ? അതിന്റെ അകത്ത് നമ്മുടെ ഗിരിഗിരി അത് തന്നെ, ABC. അപ്പൊ പുള്ളിയുടെ ഒരു സിനിമയുണ്ട്, അതിന്റെ അകത്ത് പുള്ളി ഇങ്ങനെ വാഴകളെ വളർത്തുന്നത്. അതാണ് ആ പുള്ളിയുടെ ആദ്യത്തെ കൊച്ചുങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞ ഓർമ്മ, കുപ്പിയാണ് ആദ്യത്തെ കൊച്ചു. കൊച്ചിനെ ഒന്ന് വളർത്തിയെടുക്കാൻ. നാളിങ്ങനെ അവിടെ ഇവിടെ തട്ടിമുട്ടി എങ്ങനെയോ അങ്ങ് വളർന്നു വന്നതാ. വേണം പോഷകാഹാരം ഒക്കെ കൊടുത്ത് വളർത്തിയെടുക്കാൻ. അതിന് എന്തൊക്കെയാണ് പ്ലാൻസ്? അപ്പൊ വെബ്സൈറ്റ് ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയാണ്? ഏതൊക്കെ ലോകത്തിൽ എവിടെ വേണമെങ്കിലും ഉള്ള ആൾക്കാർക്ക് ഷിപ്പ് ചെയ്യും? അങ്ങനെ ആക്കണം. ഇപ്പൊ നമ്മളിങ്ങനെ ആളുകളെ കൊടുത്തു വിടൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഷിപ്പിങ്ങിലേക്ക് എത്തിക്കണം. വേറെ പ്രോഡക്ട്സ് കൊണ്ടുവരണം. ക്ലോത്തിങ്, തുണികളിൽ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്യണം. ജ്വല്ലറീസിൽ എക്സ്പെരിമെന്റ് ചെയ്യണം. നമുക്ക് എന്തൊക്കെ ഹാൻഡിക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ചെയ്യുക, തോന്നുന്നതൊക്കെ ചെയ്യുക, അത്രേ ഉള്ളൂ. വീഡിയോസ് ഉണ്ടാക്കുക, നമ്മുടെ ഇതുപോലെ നമ്മളെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുക. ഇപ്പം കുപ്പീനെ ആയാലും നമ്മുടെ വീഡിയോസ് ആയാലും നമ്മുടെ ഐഡിയാസ് ആയാലും വർക്ക് ആയാലും എല്ലാം എക്സ്പ്രസ് ചെയ്യുക. ഗുഡ്. കുറെ കാലം കഴിയുമ്പോഴേക്ക് ഈ എന്താണ് വീഡിയോ LCD പാനലൊക്കെ ചീപ്പായി കഴിഞ്ഞാൽ കുപ്പിയുടെ അകത്ത് തന്നെ വേണമെങ്കിൽ ഒരു വീഡിയോ തന്നെ പിടിപ്പിച്ച്. കുപ്പിക്കകത്ത് ഇനി പല സാധനങ്ങളും വരാനുണ്ട്. ഞാൻ ഈ പറയണ പോലെ എല്ലാം കൂടി നമ്മൾ ഓടി എത്തുമ്പോഴത്തേക്ക് ഇച്ചിരി സ്ലോ ആണ്. എന്റെ സാധനങ്ങളെല്ലാം ഇച്ചിരി സ്ലോ ആണ്, പക്ഷെ ഞാൻ കുപ്പിക്കകത്ത് പലതും ചെയ്യും. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. യെസ് ഇതാണ് എന്റെ മോട്ടോ കേട്ടോ. നമ്മളൊരു ഓവർനൈറ്റ് സക്സസോ ഒരു അങ്ങനെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഒന്നും ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. ഇപ്പൊ മൂന്ന് വർഷം ആയിരുന്നുണ്ട്. 2019 സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് ഒരു മീഡിയ അറ്റൻഷൻ ഒക്കെ കിട്ടുന്നത്. സ്റ്റിൽ നിങ്ങൾ 2019 ജനുവരിയിലാണ് ഫസ്റ്റ് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടണത്, മീഡിയ അറ്റൻഷൻ. അപ്പം ആൻഡ് സ്റ്റിൽ 2019 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 21 ആൻഡ് സ്റ്റിൽ നമ്മളെ ആൾക്കാര് അതൊരു ഓവർനൈറ്റ് സക്സസ് ആയതുകൊണ്ട് അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പെർഫെക്റ്റ്. അതായത് ഞാൻ ഈ അടുത്ത് കേട്ടു, ഏതൊരു ഫേസ്ബുക്കിന്റെ ഒരു ഫൗണ്ടറിൽ അയാള് പറഞ്ഞ, ഏത് കമ്പനികളെ നിങ്ങൾ നോക്കിയാൽ മതി, കമ്പനികളെ എത്ര കാലം എടുത്തു സക്സസ് ആവാൻ നോക്കിക്കഴിഞ്ഞാൽ മതി, അത്രയും കാലം കൊണ്ട് തന്നെ അത് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് പെട്ടെന്ന് പൊങ്ങി വരുന്ന കമ്പനികളുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതുപോലെ തന്നെ അത്രയും സ്പീഡിൽ തന്നെ ടപ്പ് താഴോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അപ്പം പെർഫെക്റ്റ് മെസ്സേജ് ആണ്. എല്ലാത്തിലും സമയം എടുക്കുക, പക്ഷെ സമയം എടുത്ത് കറക്റ്റ് എല്ലാ കാര്യങ്ങളും
പ്രോഗ്രസ് സമയം എടുത്തു എന്നല്ല, നമ്മൾ ആ സമയത്ത് ഇപ്പം നമ്മൾ ആക്റ്റീവായിട്ട് നിന്നില്ല പോലും നമ്മൾ അതിന്റെ ഹോംവർക്ക് ചെയ്യുക. ഇപ്പം ഒരുപാട് ഹോംവർക്ക് ചെയ്യും. ഞാൻ ഇതെല്ലാം തന്നെയാണ് മാനേജ് ചെയ്യണേ. എന്റെ മെസ്സേജ് ആയാലും ഓൾമോസ്റ്റ് എല്ലാം ഞാൻ എന്റെ കൈ വെച്ച് ചെയ്യുന്നതാണ് എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാനൊരു പെയിന്റ് വേണമെങ്കിലും ആരുടെയും എഴുതി കൊടുക്കൊന്നും വിടില്ല. മെയിൽ ചെക്ക് ചെയ്യുക, അങ്ങനെ എല്ലാം നമ്മൾ തന്നെ ചെയ്യുമ്പോഴേ അതിനൊരു കലാകാരന്മാർക്ക് അല്ലെങ്കിൽ കലാകാരികൾക്ക് സമൂഹത്തിലുള്ള പങ്കെന്താണ്? അപർണയുടെ കിപ്പിയുടെ അഭിപ്രായം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഞാനൊരു കലാകാരിയാണ്, ഞാനൊരു കലാകാരനാണ്, ഞാനൊരു ആർട്ടിസ്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞില്ല, എന്നെ പറ്റി ഞാൻ പറഞ്ഞ ഞാൻ അല്ലാതെ ആർട്ടിസ്റ്റ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ജെനുവിൻ ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും കൈൻഡ് ഓഫ് ആർട്ട് ഉണ്ടാക്കുന്നവരെ എനിക്കിങ്ങനെ ഞാൻ ഇങ്ങനെ അടിപൊളി സൂപ്പർ ഇങ്ങനെ നോക്കി നിൽക്കുക അവരുടെ കല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചെയ്യുന്നതൊന്നും കലയല്ല, നമ്മളൊരു കൊലപാതകം നടത്തിയെന്നേ ഉള്ളു, കൊലയാണ്. അപ്പം ഇത് ക്രാഫ്റ്റിംഗ് ആണ്. അപ്പം കല ചെയ്യുന്നവരുടെ ഒരു ഇൻഫ്ലുവൻസ് എന്താന്ന് ചോദിച്ചാല് കുറെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ പറയണ പോലെ ഒരു കുറച്ചുകൂടി ഉയർന്ന തരത്തിലുള്ള ഒരു ചിന്താശേഷിയുള്ളവരൊക്കെയാണ് കല എന്ന് പറഞ്ഞ് വരുന്നത്. നമ്മൾ ക്രാഫ്റ്റിംഗ് ആണ്, ഒരു കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. നമ്മുടെ ഒരു ഇതെന്ന് പറയാ മാനസിക ഉല്ലാസം. വെറുതെ ഇരിക്കാതെ സമയം ചുമ്മാ ഇല്ലാണ്ടാക്കി കളയാതെ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റീവായിട്ടിരിക്കുക. അപ്പൊ ഈ ഒരു കൊറോണ സമയത്തൊക്കെ ഒരുപാട് പേര് ഈ കുപ്പിപ്പണികളിൽ തുടങ്ങുകയുണ്ടായി. കാരണം ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ഒരുമാതിരി ഒരു അലമ്പ അവസ്ഥയിലെത്തും. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ബെറ്റർ ആവാം. നമുക്ക് നമ്മളെ തന്നെ ബെറ്റർ ആക്കാനായിട്ട് ഉള്ള ഒരു സാധനമായിട്ടാണ് പ്രൈം ഇമ്പോർട്ടൻസ് ഞാൻ ഇതിനെ കാണുന്നത് ആസ് എ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നത്. ബാക്കി അല്ലാത്തതിനൊക്കെ ഉയർന്ന തലങ്ങളുണ്ട്, അതൊന്നും പറയാൻ ഞാൻ ആളല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പം ഒരു ഏർണിങ്സ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് എഡ്യൂക്കേഷൻ വൈസ്, കാരണം ഒരുപാട് ആൾക്കാർ ഭയങ്കര ഒത്തിരി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് തന്നെ ഒരു സാലറി അല്ലെ ഒരു ഇൻകം കിട്ടുന്നത് ഇച്ചിരി കുറവാണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ വീട്ടിലിരുന്ന് കുറച്ച് ലെഷർ ടൈം നമുക്കൊരു സന്തോഷം കിട്ടുന്നത് വഴി കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ ആൾക്കാർ ഒരു 10 20 പോട്ടെ 100 500 രൂപ നമുക്കൊരു സന്തോഷമില്ലയോ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പൈസ? അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. നമുക്കപ്പം ഒരു 2 ഉടുപ്പോ 2 മുട്ടായോ മേടിക്കാൻ ആ പൈസ ഉണ്ടാവും. ഞാൻ ഇതിനെ കാണുന്നത് ഇപ്പം സൊസൈറ്റി എന്ന് പറയുന്നത് എന്റെ ഒരു പിയർ ഗ്രൂപ്പ്, എന്നെക്കാട്ടിയും കൊച്ചു കുട്ടികള്, കൂടുതൽ വീട്ടമ്മമാര്, ഇവരൊക്കെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ക്യുപ്പിന്ന് ഇൻസ്പയർഡ് ആയ എന്താന്ന് വെച്ചാല് ഇതാണ് മാനസിക ഉല്ലാസം, ചെറിയൊരു വരുമാനം. പെർഫെക്റ്റ്, ഗ്രേറ്റ്, ദാറ്റ്സ് എ ഗ്രേറ്റ് മെസ്സേജ്. പല സാധനങ്ങളിൽ ആഗ്രഹങ്ങൾ വന്നു, അതായത് ഇതിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റക്ക് ആയെന്ന് പറയുന്നത്. വേറെ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? പേഴ്സണൽ ഇപ്പൊ ക്യുപ്പിയുടെ കൂടെ തന്നെ വന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. ശരിക്കും പറഞ്ഞാൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യുക. ടെയിൽസ് ഓഫ് ക്യുപ്പി എന്നാണ്. ക്യുപ്പി എന്ന് പറയുന്നത് കുപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല, നമ്മളിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്, നമ്മൾ അവിടെ ഇവിടെ പോകുന്നുണ്ട്. എന്റെ വീട്ടിലെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, എന്റെ മുയലുണ്ട്, എനിക്ക് കുറച്ച് പെറ്റ്സ് ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും വരുന്നതാണ്. അപ്പൊ അവരുടെ ഒരു സ്റ്റോറീസ് ആണ് ഈ ടെയിൽസ് ഓഫ് ക്യുപ്പി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ കൂടെ കാണിക്കുന്നത്. അത് കുറച്ച് നന്നായിട്ട് കൊണ്ടുവരിക. പിന്നെ പ്രൊഫഷണലി എനിക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ചാല്, ടീച്ചർ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതായത് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ടീച്ചർമാരുടെ ടീച്ചർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞില്ലേ, TTC പഠിച്ചു, DED പഠിച്ചു, BED പഠിച്ചു. അപ്പം ആ ഒരു സിലബസും ആ ഒരു ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഒരു ജോലി എനിക്ക് വേണം, സ്ഥിര വരുമാനമുള്ള ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിനു വേണ്ടി മാക്സിമം ശ്രമിക്കും. BED കഴിഞ്ഞ് ഇനി MA എടുക്കണം, അങ്ങനെ പോകും. അതിന്റെ കൂടെ തന്നെ ഈ ക്യുപ്പിനെ കൊണ്ടുപോവുക, ക്യുപ്പിനെ കുറച്ച് നല്ല ബ്രാൻഡ് ആക്കുക, അതിന്റെ കുറച്ച് ഔട്ട്ലെറ്റ്സ് കൊണ്ടുവരാൻ കുറച്ച് സമയം ഉണ്ടാവും. കാരണം നമ്മൾ തന്നെ ഇരുന്നല്ല ചെയ്യുന്നത്. അപ്പം കുറച്ചൊരു നല്ലൊരു നമ്പർ ഉണ്ടായാലേ ഔട്ട്ലെറ്റ് ഒക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ വെക്കുന്ന തരത്തില് ഉള്ള കടകളിൽ ഒരു ഔട്ട്ലെറ്റ് കൊണ്ടുവരിക, വെബ്സൈറ്റ് കൊണ്ടുവരിക, ഷിപ്പിംഗ് ഇന്റർനാഷണലി ആക്കുക, കുറച്ച് ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത്, അപ്പം ഈ പറയുന്ന സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ്, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് കൊണ്ടിരിക്കുകയാണ്.
യെസ്, ഗ്രേറ്റ്. അതെ, ഒരു സമയം വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് അത്രയും ജോലികൾ വരുമ്പോൾ പെർഫെക്റ്റ് ടീമിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത മെയിൻ ലക്ഷ്യം തോന്നുന്നു. നല്ലൊരു ടീം ഉണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ടീമുണ്ട്. ഞാൻ വണ്ടി ഓടിക്കില്ല. അപ്പം കൊറിയർ അയക്കാനായിട്ട് എന്റെ ഫ്രണ്ട് ഉണ്ട്, നെവിൻ ഉണ്ട്. അപ്പം അവന്റെ അടുത്താണ് ഞാൻ കൊറിയർ എന്ന് പറയുമ്പോൾ അവൻ വന്ന് അത് കൊണ്ടുവയ്ക്കും, സ്ലിപ്പൊക്കെ കൊണ്ടുതരും. പിറക്കാൻ പോകുമ്പോ ഇതുപോലെ വേറെ ആരെങ്കിലും നെവിൻ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, തൊട്ടപ്പുറത്താണ് വീട്. അപ്പം ഇങ്ങനെ ഒരു കുറച്ച് നല്ല അമ്മ, എന്തെങ്കിലും സാധനമൊക്കെ വേണം വെച്ചിട്ട് അമ്മ, പിന്നെ വീട്ടിൽ എന്തെങ്കിലും വല്ല കഴുകാനോ പിടിക്കാനോ അല്ലെ കുപ്പി അങ്ങോട്ട് പറക്കി ഇങ്ങോട്ട് പറക്കിയൊക്കെ വെക്കുക, അത് അമ്മയാണ്. അപ്പൊ എന്റെ ചുറ്റും കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അത് എനിക്ക് ചോദിക്കണമെന്നുണ്ടായത് അമ്മയെ പറ്റി. അമ്മ അതായത് ആദ്യം ഒരു കുപ്പി പറക്കിക്കൊണ്ട് വീട്ടിലോട്ട് വന്നപ്പോഴേക്കും ഓടണം വിടുന്നു പറഞ്ഞില്ല, പറഞ്ഞോ? പറഞ്ഞേ. അമ്മ ആദ്യം ഇച്ചിരി കലിപ്പായിരുന്നു എന്ന് പറയാ. 2018 തുടങ്ങുന്ന ആ സമയത്തൊക്കെ അമ്മ ഇച്ചിരി വൃത്തിക്കാരിയാണേ. അപ്പം ഞാൻ ഈ ഇപ്പം നിങ്ങൾക്ക് അറിയാതിരിക്കും, അവിടെ കുപ്പി വീടെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീടിന് അപ്പൊ അതിന് മുന്നേ നമ്മുടെ ഫ്രണ്ടിലത്തെ ഹോളില് നമ്മള് സോഫ ഒക്കെ ഇടുമല്ലോ, അതിന്റെ അടിയിലൊന്നും ആരും കാണുകയല്ലോ. ഞാൻ അതിന്റെ അടിയിലായിരുന്നു ആദ്യം കൊണ്ട് കുപ്പി ഇങ്ങനെ ഭിത്തിയോട് ചേർത്ത് വെക്കും. അപ്പൊ കുനിഞ്ഞു നോക്കിയാൽ മാത്രമേ അത് കാണുള്ളൂ. അപ്പൊ ഇങ്ങനെ അതിങ്ങനെ മുന്നോട്ട് എണ്ണം കൂടുന്തോറും അത് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ അത് പറക്കി, മതി മോളെ എന്നിട്ട് കുപ്പി. ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് 2 ചാക്ക് കുപ്പി ആക്രിക്കാർ കൊണ്ടുപോയി കഴിയും. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായി. പിന്നെ പതുക്കെ ഇപ്പോ സൈഡിൽ കൂടെ പോയി. പിന്നെ ഗ്രാജുവലി ഇതിന്നൊരു ഇതായി. ഇവര് പറഞ്ഞു നോക്കി, ചൊല്ലിക്കൂട് തള്ളിക്കളാന്നല്ലേ, അങ്ങനെ ചൊല്ലി തന്നു. തല്ലുന്നതിന് ഭാഗമായിട്ട് ഇതെടുത്ത് കളയുണ്ടായി, പിന്നെ തള്ളിക്കളഞ്ഞു. പിന്നെ നമുക്കത് തള്ളിക്കളഞ്ഞ പിന്നെ ഒന്നും ആലോചിക്കില്ലല്ലോ, പെറുക്കുക വെക്കുക. പിന്നെ ഗതികേട് കൊണ്ട് ആ കുപ്പി സെറ്റ് ചെയ്തു തന്നു, ആ വീട് സെറ്റ് ചെയ്തു തന്നു. സോ അമ്മയ്ക്കൊരു വളരെ വളരെ താങ്ക് യു. ബാക്ക്ഗ്രൗണ്ടിൽ ഇത് അതായത് എന്താണ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നതിൽ അമ്മയ്ക്കും താങ്ക് യു. പിന്നെ ഒരു മെയിൻ ചോദ്യം, ഈ സ്വന്തം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗനിർദ്ദേശം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്താണുള്ളത്? സ്വന്തം അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ. സ്വന്തം അനുഭവത്തിൽ നിന്ന് നമുക്കിങ്ങനെ ഇരിക്കുമ്പം, നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം മനസ്സിൽ വരും. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പൊ തന്നെ എടുക്കുക. അറ്റ്ലീസ്റ്റ് അത് ഒരു പേപ്പറിലെങ്കിലും എഴുതിയിടുക. ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന രീതി ഒന്ന് പ്ലേസ് ചെയ്യും. എന്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്നു അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആ മൊമെന്റിൽ തന്നെ എടുക്കുക. ബാക്കി തന്നെ വന്നോളൂ. ബാക്കി പിന്നെ നമ്മളൊന്നും വെക്കണ്ട. നമ്മൾ ആ ഒരു സാധനത്തുമായിട്ട് അത്രയും ക്ലോസ് ആയി കഴിഞ്ഞു, ബാക്കി വന്നോളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, അത്രേ ഉള്ളൂ. സൂപ്പർ. അത് സൂപ്പർ ഇതാണ്. അതായത് ഇതിന് അനാലിസിസ് പാരാലിസിസ് എന്ന് പറയാറുണ്ട്. ഇങ്ങനെ ആലോചിച്ച് ഇത് ചെയ്യണം, അവസാനം ഒന്നും ചെയ്യില്ല, സമയം പോകും, എല്ലാം. സോ യൂട്യൂബ് ചാനലും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഒരു ക്യാമ്പയിൻ, അതായത് ചുമ്മാ ചിന്നക്കടയിൽ കൂടെ നടക്കുമായിരുന്നു. ചിന്നക്കട ഞങ്ങളുടെ കൊല്ലത്തിന്റെ ഹൃദയഭാഗമാണ്. അത് നവംബർ 28, 29 ആ ഒരു സമയത്തായിരുന്നു, കഴിഞ്ഞ വർഷം. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ കുറെ സാധനങ്ങൾ, ക്രിസ്മസിന്റെ സാധനങ്ങളാണ്, ഫുൾ പ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഞാൻ ചുമ്മാ വിലയൊക്കെ നോക്കിയപ്പോ മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ പ്രൈസ് ടാഗിന്റെ സൈഡിൽ. അപ്പൊ ഞാൻ എന്തിനാണ് നമുക്ക് ഇങ്ങനെ ചൈന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നൊരു വീഡിയോ എടുത്തു. തൊട്ട് ആ ദിവസം രാത്രി തന്നെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഞാൻ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ചൈന സാധനങ്ങൾ എന്ന് ചോദിച്ചു. ഞാൻ നാളെ തൊട്ട് പേപ്പർ വെച്ച് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം, നിങ്ങളും അതൊക്കെ ഉണ്ടാക്ക് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ അവിടെ സ്റ്റാർട്ടായി. പെട്ടെന്നാണ്, അല്ലാതെ ഞാൻ അങ്ങനെ ആലോചിച്ച് പ്രത്യേകിച്ച് ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെ ഒന്നും ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു നല്ല ഫോൺ എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ആക്കി എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ്. ഇപ്പോഴും എനിക്ക് റിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് വരുന്നത്. അപ്പം എല്ലാം വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം പെട്ടെന്ന് ഒരു ഐഡിയ വന്നു. അപ്പൊ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. രാത്രി തന്നെ ഗൂഗിളിലും മറ്റേ യൂട്യൂബിലൊക്കെ ഇരുന്ന് എങ്ങനെയാണ് വെബ്സൈറ്റ് മേടിക്കുന്നത്, എവിടെ നിന്നാണ് മേടിക്കുന്നത്, ഓക്കെ ഡാഡിയിൽ അക്കൗണ്ട് എടുത്തു, വെബ്സൈറ്റ് മേടിച്ചു, ഫിനിഷ്. എന്നിട്ട് വെബ്സൈറ്റ് വെച്ച് അതിനകത്ത് ഞാൻ തന്നെ ഒരു ടെംപ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടു. ഇപ്പം എനിക്ക് അതിന്റെ ഗേറ്റ് വേ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ആളെ ആവശ്യമുണ്ടായി. അപ്പം അയാൾക്ക് എടുത്തു കൊടുത്തു. അപ്പോ ലൈക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് രാവിലെ എണീക്കുമ്പോ എന്തെങ്കിലും ഒരു സാധനം ഇട്ടിട്ട് കിടക്കുക. ലൈക്ക് ഒരു രാവിലെ എണീക്കാൻ നമുക്ക് തോന്നുമല്ലോ, എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുക. ഒരു എക്സൈറ്റഡ് ആയിരിക്കുക. നമ്മളെ തന്നെ എക്സൈറ്റഡ് ആയിരിക്കും. സൂപ്പർ.
സോ ഓക്കെ, താങ്ക് യു. ഇത് വളരെ വളരെ എന്താ പറയാ, താങ്ക് യു. നല്ല സൂപ്പർ. ഇതിനു വേണ്ടി സമയം നൽകിയതിന്, വിലപ്പെട്ട വീക്കെൻഡിന്റെ ഒരു മണിക്കൂർ ഇന്നായതുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയും നന്നായിട്ട് സംസാരിച്ചത്. എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ ദൂരെയാണെന്ന് തോന്നിയില്ല. ഇങ്ങനെ വർത്താനം പറയും. അടുത്ത ഓക്കെ, താങ്ക് യു ക്യുപ്പി, അതായത് അപർണ. വളരെ വളരെ നന്ദി. നിങ്ങൾക്ക് അപർണയുമായിട്ടുള്ള സംഭാഷണം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ എവിടെയാണ് പോഡ്കാസ്റ്റ് കേൾക്കുന്നത് അവിടെ ഈ ഡ്രീം മലയാളം പോഡ്കാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഒരു നല്ല നാളേക്കായി സ്വപ്നം കാണാം, അതിനുവേണ്ടി പരിശ്രമിക്കാം.